ആ പെൺകുട്ടിയുടെ മരണശേഷം 10,000 വർഷങ്ങൾ കടന്നുപോയി. ആ ദൈവം വീണ്ടും വീണ്ടും പുനർജനിച്ചു. 28 ജന്മങ്ങൾ, 28 പരാജയങ്ങൾ. എന്നിട്ടും അവൻ തേടിയ പരിപൂർണയായ പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടില്ല. അവൻ ചിന്തിച്ചു, ഒരുപക്ഷേ അവളുടെ ആത്മാവ് പൂർണ്ണമായി തിരിച്ചെത്തിയിട്ടുണ്ടാവില്ല. അവളുടെ ആത്മാവിന്റെ ലക്ഷക്കണക്കിന് ശകലങ്ങൾ തലമുറകളിലൂടെ ചിതറിക്കിടക്കുകയാവാം. അതുകൊണ്ട് അവൻ ഒരു തീരുമാനമെടുത്തു. ഇനി പുനർജനിക്കേണ്ട കാലം മുന്നോട്ടു പോകട്ടെ. അവളുടെ ചിതറിക്കിടക്കുന്ന ആത്മാവ് പരിപക്വമായി ഒന്നിക്കട്ടെ. അവൻ നക്ഷത്രങ്ങൾക്കപ്പുറം, താരാപഥങ്ങൾക്കപ്പുറം, സൃഷ്ടിയുടെ അതിരുകൾക്കപ്പുറം പറന്നു. അറിയപ്പെടുന്ന എല്ലാറ്റിൻ്റെയും തടസ്സങ്ങൾ അവൻ കടന്നു. 1,00,000 പ്രപഞ്ചങ്ങളെക്കാൾ വലിയ ഒരു ലോകം അവൻ സൃഷ്ടിച്ചു. കാലം വളയുന്ന, ശക്തി വാഴുന്ന ഒരു ദൈവിക രാജ്യം. അവന്റെ സങ്കേതം, അവന്റെ കാത്തിരിപ്പ് കേന്ദ്രം. അവിടെ അവൻ 1000 വർഷം വിശ്രമിക്കും, അവളുടെ ആത്മാവ് തയ്യാറാകുന്നതുവരെ. വിധി ആ ഒരേയൊരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നതുവരെ. ഭാഗം 3 ഉടൻ വരുന്നു. അവളുടെ ശക്തിയുടെ ഉണർവ്.